എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 20-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ടാലന്റിന്റെ SCERT അറിവിടത്തെ പറ്റി ഇനി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നൊരു പുസ്തകം SCERT അറിവിടം. അതായത് PSC പരീക്ഷകളിലെ SCERTയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെയാണ് ടാലന്റ് SCERT അറിവിടം എന്ന് പറയുന്ന പേരിൽ രണ്ട് പുസ്തകങ്ങൾ, അതായത് സോഷ്യലിന് വേണ്ടിയിട്ടും ദെൻ സയൻസിന് വേണ്ടിയിട്ടും. അപ്പോൾ അതിൽ തന്നെ പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2 എന്ന് പറയുന്നത് 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടീച്ചർ ടെക്സ്റ്റ് ഫാക്റ്റുകൾ, ലേണിംഗ് ഗ്രൂപ്പ് ഫാക്റ്റുകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം വാങ്ങാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ verandah.talentgala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി അതല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം ഒരുപാട് പരീക്ഷകളിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ആരാണ്? അത് നിതിൻ മധുകർ ജാംദർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 2026 ജനുവരിയിൽ അദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്യും? കഴിയും. അപ്പോൾ അതിനുശേഷം നമുക്ക് പുതിയൊരു ചീഫ് ജസ്റ്റിസിന് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ സൗമൻ സെന്നിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കാൻ വേണ്ടി സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. അപ്പോൾ ശുപാർശ ചെയ്തിട്ടേ ഉള്ളൂ, കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സൗമൻ സെന്നിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കാൻ സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. നിലവിൽ അദ്ദേഹം മേഘാലയയുടെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ, മേഘാലയ ചീഫ് ജസ്റ്റിസ് ആണ്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട കുറച്ച് ബഹുമതികളെ പറ്റിയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹം ചില രാജ്യങ്ങൾ 2025 ഡിസംബറിൽ മോദി ഒമാൻ, എത്യോപ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ സന്ദർശിച്ച കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട 2 അംഗീകാരങ്ങൾ. ഒന്ന് ഓർഡർ ഓഫ് ഒമാൻ. ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ഒമാന്റെ പരമോന്നത ബഹുമതിയാണ് ഓർഡർ ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുന്നു? നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ. ഇവിടെയും പറയേണ്ട ആവശ്യമില്ല, എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ പറയുന്ന ഗ്രേറ്റ് ഓണർ ഓഫ് നിഷാൻ ഓഫ് എത്യോപ്യ കിട്ടിയ ആദ്യത്തെ രാഷ്ട്രത്തലവനാണ് ആരെന്ന് പറയുന്നത്? മോദി. അപ്പോൾ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ കിട്ടിയ ആദ്യ രാഷ്ട്രത്തലവൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് ഒരു ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരു ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ പേര് ദുരന്തർ എന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ തീവ്രവാദവുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ബോളിവുഡ് ചിത്രം എന്ന് പറയുന്നത് ഏതാണടാ? ദുരന്തർ ആണ്. ജസ്റ്റ് ഒരു അപ്ഡേഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതായത് ഇന്ത്യയും ജോർദാനും തമ്മിൽ ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ട് ധാരണയിലെത്തിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ. അതായത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ ജോർദാനിലെയും ഓരോ പൈതൃക കേന്ദ്രങ്ങളെ എന്താക്കിയിട്ട് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കിയിട്ട് സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ട് ധാരണയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എല്ലോറ ഗുഹയാണ്, മറ്റൊന്ന് പെട്രയാണ്. അപ്പോൾ ഈ എല്ലോറ ഗുഹയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് അല്ലേ, മഹാരാഷ്ട്രയിൽ എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു, ജൈന, ബുദ്ധ മതങ്ങളുടെ ഒരു പൈതൃക കേന്ദ്രമാണ്. അതായത് ക്ഷേത്ര സമുച്ചയങ്ങളാണ് ഈ പറയുന്ന എല്ലോറ ഗുഹകൾ. ഇനി പെട്രയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വാണിജ്യ കേന്ദ്രമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. വാണിജ്യ കേന്ദ്രമാണ് ഈ പറയുന്ന പെട്ര എന്ന് പറയുന്നത്. ജോർദാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ട് ധാരണയിലെത്തിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ പേര് മാറ്റിയത് നമുക്കറിയാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. അപ്പോൾ പുതിയ പേരെന്ന് പറയുന്നത് VBG റാംജി. എന്താണ് VBG റാംജി? അത് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയേക്കും. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഏത് കാലത്താണ് പഠിച്ചു തീർക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അപ്പോൾ ഇതാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത്. ബിൽ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16 കേട്ടോ. ബിൽ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16 ഇത് ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് എന്ത് ചെയ്തത്? ബില്ല് അവതരിപ്പിച്ചത്. ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹമാണ് ബില്ല് അവതരിപ്പിച്ചത്. ഇനി ബില്ല് അവതരിപ്പിച്ച തീയതി പറഞ്ഞു 2025 ഡിസംബർ 16 എന്ന്
ഈ ബില്ല് ലോക്സഭയിൽ പാസ്സായി, എന്ന് ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സായി. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഡിസംബർ 18 എന്ത് ചെയ്യുന്നു? ബില്ല് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ബില്ലിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്? മുൻപ് തൊഴിലുറപ്പ് ദിനങ്ങൾ എത്രയായിരുന്നു? 100 ദിനങ്ങളായിരുന്നു. ഇപ്പോൾ അത് 125 ദിനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ 100 തൊഴിൽ ദിവസങ്ങൾ 125ലേക്ക് മാറിയിരിക്കുന്നു. ഇനി അതിന്റെ എന്താണ്? വേതനം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മുൻപ് വേതനം നൽകിയിരുന്നത് 90% കേന്ദ്ര സർക്കാരും ദെൻ അതിൽ 10% സംസ്ഥാന സർക്കാരുമാണ് നൽകിയിരുന്നത്. മുൻപ് 90 കേന്ദ്രം കൊടുക്കും, 10 സംസ്ഥാനം കൊടുക്കും. ഇപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനം 40% കൊടുക്കണം, 60% ആര് കൊടുക്കുകയുള്ളൂ? കേന്ദ്രം കൊടുക്കുകയുള്ളൂ. സോ വ്യത്യാസം മനസ്സിലാക്കുക. 90 കേന്ദ്രം കൊടുത്തെടുത്ത് ഇനി 60 കൊടുക്കുകയുള്ളൂ, ദെൻ 10 സംസ്ഥാനം കൊടുത്തെടുത്ത് 40 മുതൽ സംസ്ഥാനം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ബില്ലിൽ പരിവർത്തനം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ 90-10 എന്ന് പറയുന്ന ആ ഒരു വകതിരിവ് അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് ഇപ്പോൾ നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് 90% എന്താണ് പേയ്മെന്റ് കേന്ദ്രം കൊടുക്കുന്നതും 10% സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതുമായിട്ടുള്ള ആ ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്ന ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്, മറ്റൊന്ന് ഉത്തരാഖണ്ഡ്, ദെൻ ഹിമാചൽ പ്രദേശ്, അതുപോലെ ജമ്മു കാശ്മീർ. ഇവിടങ്ങളിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക ഗ്രാമീൺ മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ്. VVG റാംജി. ദെൻ ബില്ല് അവതരിപ്പിച്ചത് 16-ന്, ഇനി അത് പാസ്സായത് 18-നാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവയ്ക്കാനുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി അത് ചർച്ച ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് റീസെന്റ് ആയിട്ട് വാർത്തകൾ നിറഞ്ഞൊരു സ്ഥലമാണ് പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം. ഇതാണ് പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം. അതായത് തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അതിർത്തി സംഘർഷങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ഒരു ചരിത്ര സ്മാരകമാണ് ഏതെന്ന് പറയുന്നത് പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം. അതായത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ഈ ക്ഷേത്ര സമുച്ചയത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 2008 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡ് കംബോഡിയ അതിർത്തിക്ക് അടുത്താണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു മാത്രം. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് മോഹൻ ബഗാൻ. നമുക്കറിയാം അല്ലേ, കൊൽക്കത്തയിലെ ക്ലബ്ബാണ് എന്തെന്ന് പറയുന്നത്, കൊൽക്കത്തയിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് ഏതെന്ന് പറയുന്നത് മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻ ബഗാന് AFCയുടെ വിലക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇറാനിൽ വെച്ച് നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് 2027-28 കാലയളവ് വരെ മോഹൻ ബഗാന് AFC മത്സരങ്ങൾ പങ്കെടുക്കാൻ സാധിക്കില്ല, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി മറ്റൊരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2025 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എല്ലാവർക്കും അറിയാം അല്ലേ, ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അപ്പോൾ ഒരു T20 ടൂർണമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡൊമസ്റ്റിക് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ 2025 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ ജാർഖണ്ഡ്. അവര് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജേതാക്കളാവുന്നത്. ദെൻ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഹരിയാനയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ടൂർണമെന്റ് ആണല്ലേ, പ്രധാനമായിട്ടും അറ്റ്ലീസ്റ്റ് ആ ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും കൂടെ അറിയണ്ടേ. അപ്പോൾ ഇവിടെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2025 ഫൈനലിലെ താരം എന്ന് പറയുന്നത് ഇഷാൻ കിഷൻ. ആരാണ്? ഇഷാൻ കിഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ടൂർണമെന്റിലെ താരം ആരാണ്? അത് അനുകൂൽ റോയ്. ആരാണ്? അനുകൂൽ റോയ് ആണ് ടൂർണമെന്റിലെ താരം. സോ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇഷാൻ കിഷൻ ഫൈനലിലെ താരം, ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് അനുകൂൽ റോയ് ആണ്. ദെൻ ജേതാക്കൾ ജാർഖണ്ഡ് ആണ്, റണ്ണറപ്പ് ഹരിയാനയാണ്. ഇനി അടുത്തത് പുരുഷ ഫൈനലിസിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം കോപ്പ അമേരിക്ക, അതേപോലെ തന്നെ യൂറോ കപ്പ് ജേതാക്കൾ അല്ലെ, കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ യൂറോ കപ്പ് ജേതാക്കൾ തമ്മിലുള്ള മത്സരമാണ് എന്തെന്ന് പറയുന്നത് ഫൈനലിസിമ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 2024 കോപ്പ അമേരിക്ക ആരായിരുന്നു? അർജന്റീന. ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഇനി യൂറോ കപ്പ് 2024 ആരായിരുന്നു? അത് സ്പെയിൻ ആണ്. ഇതും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഫൈനലിസിമ പോരാട്ടം 2024 നടക്കുകയാണ്. വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തർ. ഈ ഖത്തർ അറിയാലോ, 2022 ഫിഫ ലോകകപ്പ് നടന്നത് ഖത്തറിലാണ്. എവിടെയാണ് ഫൈനൽ നടന്നത്? ലൊസൈൽ സ്റ്റേഡിയത്തിലാണ്. അതേ ലൊസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് 2026 പുരുഷ ഫൈനലിസിമ മത്സരം നടക്കും. ഏറ്റുമുട്ടുന്നത് അർജന്റീനയും സ്പെയിനുമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഫൈനലിസിമ നടന്നത് 2022 അന്ന് ജേതാക്കളായത് ആരായിരുന്നു? അർജന്റീനയായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ടൂർണമെന്റ് കഴിയുമ്പോൾ
ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ടൂർണമെന്റ് ആണ്. അതായത് 2025 ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ്? അപ്പോൾ അത് PSG ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലമെങ്കോയാണ് എന്ത് ചെയ്തത്? അവർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2025 ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് PSG, ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്ലമെങ്കോ. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഫാഷൻ ജേർണലിസ്റ്റ്, പേര് മെഹർ കാസ്റ്റലിനോ. അപ്പോൾ മെഹർ കാസ്റ്റലിനോ എന്ന് പറയുന്നത് ഒരു പ്രശസ്തയായ ഫാഷൻ ജേർണലിസ്റ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചരിത്രത്തിലേക്ക് പോവേണ്ടി വരും. അതായത് 1964 ആദ്യമായിട്ട് മിസ് ഇന്ത്യ മത്സരം നടക്കുന്നത് കേട്ടോ. 1964 ആദ്യമായിട്ട് മിസ് ഇന്ത്യ മത്സരം നടന്നു. അതിൽ കിരീടം നേടിയത് ഈ പറയുന്ന മെഹർ കാസ്റ്റലിനോയാണ്. അപ്പോൾ മെഹർ കാസ്റ്റലിനോ 1964 മിസ് ഇന്ത്യ കിരീടം നേടിയത്, അതായത് ആദ്യം മിസ് ഇന്ത്യ കിരീടം നേടിയത് മെഹർ കാസ്റ്റലിനോയാണ്. അവർ എന്ത് ചെയ്തു? 2025 ഡിസംബറിൽ അന്തരിച്ചു. അത് കാര്യമായിട്ട് അത് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു വിയോഗം. അതായത് 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്തനായ ഒരു ശില്പി, അതായത് റാം സൂത്തർ അഥവാ റാം വാഞ്ചി സൂത്തർ. ഈ പേര് എല്ലാവർക്കും പരിചിതമായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യയുടെ മൈക്കലാഞ്ചലോ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ശില്പിയാണ്. ഇനി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏകതാ പ്രതിമ, അല്ലെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകതാ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് റാം വാഞ്ചി സൂത്തർ ആണ്. ഇത് മാത്രമല്ല, ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കെമ്പഗൌഡ പ്രതിമയും ആരുടെ സൃഷ്ടിയാണ്? അതും ഈ പറയുന്ന റാം വാഞ്ചി സൂത്രയുടെയാണ്. അവിടെ കൊണ്ടും തീർന്നില്ല. ഇനി എന്താണ്? നമ്മുടെ ഛത്രപതി ശിവജിയുടെ പ്രതിമയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് റാം വാഞ്ചി സൂത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതിന് പുറമെ തന്നെ 1999 ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ദെൻ 2016 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ചാനലിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ SCRT ഫാക്ടറുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com എന്നീ വെബ്സൈറ്റിലും ഈ പുസ്തകം ലഭ്യമാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയുമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ SCRT ഫാക്ടറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ veranda.channelkerala.com എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളോ ഒക്കെ സന്ദർശിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് ഒരു ശുപാർശയുമായിട്ട്, അതായത് നമ്മുടെ പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സൗമൻ സെന്നിനെ നിയമിക്കാൻ വേണ്ടി സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ദെൻ മോദിക്ക് 2 ബഹുമതികൾ പറഞ്ഞു. ഒന്ന് ഒമാന്റെ ആണ്, ഓർഡർ ഓഫ് ഒമാൻ. ദെൻ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യയുടെ ബഹുമതി. അപ്പോൾ ഈ എത്യോപ്യയുടെ ബഹുമതി കിട്ടുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ശ്രദ്ധയോടെ ഓർത്തിരിക്കുക. അതിനുശേഷം പറഞ്ഞു ദുരന്തർ എന്ന് പറയുന്ന ഇന്ത്യൻ ചിത്രത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? പാകിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ദുരന്തർ ആണ്. അതിനുശേഷം എല്ലോറ ഗുഹകളും പെട്രയും എന്താക്കി മാറ്റാൻ? ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും വേണ്ടിയിട്ട് ധാരണയിലെത്തിയിരിക്കുന്നു. ആരൊക്കെയാണ്? ഇന്ത്യയും ജോർദാനും. നമുക്കറിയാം ഇന്ത്യയിലുള്ളതാണ് എല്ലോറ, ദെൻ ജോർദാനിലുള്ളതാണ് പെട്ര എന്ന് പറയുന്നത് വാണിജ്യ കേന്ദ്രമാണ്. ദെൻ എല്ലോറ എന്ന് പറയുന്നത് ഹിന്ദു, ജൈന, ബുദ്ധ മതങ്ങളുടെ ഒരു സംസ്കാര കേന്ദ്രമാണ്, അതായത് ക്ഷേത്ര സമുച്ചയമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിന്റെ പേര് മാറ്റിയ കാര്യം പറഞ്ഞു. സോ അത് മാറ്റിക്കൊണ്ട് ബിൽ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16. എന്തായിരുന്നു ബില്ലിന്റെ പേര്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG ആറാംജി എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16. ബില്ല് നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായത് ഡിസംബർ 18. ഇനി ബിൽ അവതരിപ്പിച്ചത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. 100 പ്രവൃത്തി ദിവസത്തിൽ നിന്നും 125 പ്രവൃത്തി ദിവസത്തിലേക്ക് മാറ്റുന്നു. ദെൻ മുൻപ് 10% സംസ്ഥാന സർക്കാർ വിഹിതം ഇനി മുതൽ 40% ആകുന്നു. ദെൻ കേന്ദ്രം 90 എന്നതിൽ നിന്നും 60 മാറിയിരിക്കുന്നു. ഇതാണ് കാര്യമായ വ്യത്യാസം. ദെൻ മറ്റൊരു വ്യത്യാസം പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ജമ്മു കാശ്മീരോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡോ ഹിമാചൽ പ്രദേശോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഈ മാറ്റം എന്താണ്? ബാധകമല്ല. അതായത് 40-60 എന്നുള്ള കാര്യം ബാധകമല്ല. അവിടെ ഇപ്പോഴും 10-90% കേന്ദ്ര വിഹിതം, 10% സംസ്ഥാന വിഹിതം എന്ന രീതിയിൽ തന്നെ പോകും കേട്ടോ. അതിനുശേഷം പറഞ്ഞത് ഒരു ചരിത്ര സ്മാരകത്തെ പറ്റി പറഞ്ഞു. പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം, അതായത് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ചരിത്ര സ്മാരകമാണ് പ്രീഹ വിഹാർ ക്ഷേത്ര സമുച്ചയം. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാ? മോഹൻ ബഗാൻ AFCയുടെ വിലക്ക് കിട്ടിയ കാര്യം പറഞ്ഞു. അതായത് മോഹൻ ബഗാൻ AFC ചാമ്പ്യൻസ് ലീഗിലെ മത്സരം ബഹിഷ്കരിച്ചു. അതുകൊണ്ട് അവർ
അവർക്ക് 2027-28 സീസൺ വരെ AFC മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല. അതിനുശേഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കാര്യം പറഞ്ഞു. അത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്, T20 ടൂർണമെന്റ് ആണ്. 2025 ടൂർണമെന്റിൽ ജേതാക്കളായത് ജാർഖണ്ഡാണ്. അവരുടെ ആദ്യത്തെ കിരീടമാണ്. അവർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഹരിയാനയെ പരാജയപ്പെടുത്തി. ഫൈനലിലെ താരം ഇഷാൻ കിഷൻ ആണ്. ടൂർണമെന്റിലെ താരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുകുൽ റോയ്. ആരാണ്? അനുകുൽ റോയ് ആണ്. അതിനുശേഷം പുരുഷ ഫൈനലിസിമ പറഞ്ഞു. എന്താണ് പുരുഷ ഫൈനലിസിമ എന്ന് പറയുന്നത്? കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ പങ്കെടുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഫൈനലിസിമ എന്ന് പറയുന്നത്. 2026 നടക്കുന്ന പുരുഷ ഫൈനലിസിമയിൽ ആരൊക്കെ ഏറ്റുമുട്ടുന്നു? 2024 കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീന, അതുപോലെ തന്നെ 2024 യൂറോ കപ്പ് ജേതാക്കളായിട്ടുള്ള ആരാണ്? സ്പെയിൻ. ഇവർ രണ്ടുപേരുമാണ് 2026 പുരുഷ ഫൈനലിസിമ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. ഖത്തറിലെ ലൊസൈൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2022 നടന്നപ്പോൾ ജേതാക്കൾ ആരായിരുന്നു? അർജന്റീനയായിരുന്നു. അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു. ഒന്ന് 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഫാഷൻ ജേർണലിസ്റ്റ്, പേര് മെഹർ കാസ്റ്റലിനോ. 1964 പ്രഥമ മിസ് ഇന്ത്യ കിരീടം നേടിയത് കാസ്റ്റലിനോയാണ്. അതിനുശേഷം റാം വാഞ്ചി സൂത്ര എന്ന് പറയുന്ന ശില്പിയുടെ കാര്യം പറഞ്ഞു അല്ലെ. നമ്മുടെ ഏകതാ പ്രതിമ അല്ലെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിന്റെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? റാം സൂത്ര എന്ന് പറയുന്നത്. കെമ്പഗൌഡയുടെ പ്രതിമയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മൈക്കലാഞ്ചലോ എന്നറിയപ്പെടുന്ന ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചൊരു വ്യക്തി. അപ്പോൾ 2025 ഡിസംബറിൽ അന്തരിച്ചു. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെ? ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, കേരളം. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്ന് തീരുമാനമെടുത്ത സർക്കാർ ഏത്? ഉത്തർപ്രദേശ്, ഡൽഹി, മഹാരാഷ്ട്ര, ഹരിയാന. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം? മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്. അപ്പോൾ ശരി ഉത്തരം ഏതാണടാ? മധ്യപ്രദേശ് ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ, വീരാംഗന ദുർഗാദേവി ടൈഗർ റിസർവ് വഴിയാണ് ഈ ഒരു വഴി കടന്നു പോകുന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ജോർദാൻ, എത്യോപ്യ, ഒമാൻ. ഇപ്പോൾ അദ്ദേഹം സന്ദർശിച്ചുള്ളൂ. ബോട്സ്വാന ഇതിൽ വരുന്നില്ല. പക്ഷേ ബോട്സ്വാന റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടു അല്ലെ. അതായത് ബോട്സ്വാനയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. 2026 കുനോ നാഷണൽ പാർക്കിലേക്ക് ബോട്സ്വാനയിൽ നിന്നും ചീറ്റകൾ എത്തും. അപ്പോൾ ആ സമയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 20 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.